നമസ്കാരം. കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന 6 IPSകാരിൽ ആരാകും പോലീസ് മേധാവി? സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള 3 അംഗ പട്ടിക ഇന്ന് UPSC അംഗീകരിക്കും. സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാൻ സർക്കാർ നൽകിയ 6 പേരുടെ പട്ടികയിൽ നിന്നുള്ള 3 പേരുകളാകും ഡൽഹിയിൽ ചേരുന്ന UPSC യോഗം അംഗീകരിക്കുക. 3 അംഗ പട്ടികയിൽ നിന്നുള്ള ഒരാളെയാണ് സംസ്ഥാന പോലീസ് മേധാവിയായി മുഖ്യമന്ത്രി അംഗീകരിക്കേണ്ടത്. സീനിയോറിറ്റി അനുസരിച്ച് നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാകും പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത്. എന്നാൽ അട്ടിമറികൾക്ക് സാധ്യതയേറെയാണ്. സീനിയോറിറ്റി മറികടന്ന് മനോജ് എബ്രഹാം ചുരുക്കപ്പട്ടികയിലെത്താനും സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനം നൽകിയ 6 അംഗ പട്ടികയിലെ അവസാന പേരുകാരൻ MR അജിത് കുമാർ ചുരുക്കപ്പട്ടികയിൽ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനും സാധ്യതയേറെയാണ്. ചുരുക്കപ്പട്ടിക വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ആരെയാകും അടുത്ത പോലീസ് മേധാവിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുക്കുക എന്നതും വ്യക്തമാകും. പട്ടികയിൽ പിണറായിക്ക് ഏറെ താല്പര്യമുള്ള വ്യക്തിയാകും അടുത്ത പോലീസ് മേധാവി. BSS ഡയറക്ടറായിരുന്ന നിതിൻ അഗർവാളിനോട് കേന്ദ്രത്തിന് അനിഷ്ടമുണ്ട്. റവാഡ ചന്ദ്രശേഖറും പട്ടികയിലെ 5ാമനായ സുരേഷ് രാജ പുരോഹിതും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ 2ാം പദവിയിലാണ് റവാഡയുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ചുമതലയിലാണ് സുരേഷ് രാജ പുരോഹിത്. ഈ 2 പേരെയും കേരളത്തിലേക്ക് മടക്കാൻ കേന്ദ്രം വിസമ്മതിച്ചാൽ ചുരുക്കപ്പട്ടികയിൽ അത്ഭുതം സംഭവിക്കും. ഇതിനൊപ്പം യോഗേഷ് ഗുപ്തയ്ക്ക് സംസ്ഥാന സർക്കാർ എതിരാണെന്നാണ് സൂചന. കേന്ദ്ര ഏജൻസികളുടെ തലപ്പത്തേക്ക് നിയോഗിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താൻ യോഗേഷിനെയും മോദി സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇതിനുള്ള ക്ലിയറൻസ് പോലും പിണറായി സർക്കാർ നൽകിയിട്ടില്ല. അതായത് നിതിൻ അഗർവാളിനോട് കേന്ദ്രത്തിന് അതൃപ്തിയാണെങ്കിൽ റവാഡയോടും പുരോഹിതിനോടും ഇഷ്ടക്കൂടുതലുണ്ട്. ഇതെല്ലാം പ്രതിഫലിച്ചാൽ ഈ 3 പേരും ചുരുക്കപ്പട്ടികയിൽ നിന്നും പുറത്താകും. യോഗേഷും മനോജ് എബ്രഹാമും അജിത് കുമാറും പട്ടികയിലെത്താൻ ഈ തീരുപ്രകാരം സാധ്യതയേറെയാണ്. നിതിനെ കേന്ദ്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയാലും സംസ്ഥാനത്തിന്റെ താല്പര്യപ്രകാരം യോഗേഷിനെ ഒഴിവാക്കുമോ എന്ന ചർച്ച സജീവമാണ്. UPSC യോഗത്തിൽ കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ K ജയതിലകും നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ചീഫ് സെക്രട്ടറി ആകും കേരളത്തിന്റെ താല്പര്യം യോഗത്തെ അറിയിക്കുക. ഇത് UPSC പരിഗണിക്കുമോ എന്നതാണ് നിർണായകം. അതിനിടെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് DGP നിതിൻ അഗർവാളിന് സാധ്യത എന്നും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതും വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാത്തതും പരിഗണിച്ചാണിത്. UPSC പട്ടികയിൽ നിതിൻ അഗർവാൾ തന്നെയാകും 1ാമത്. സംസ്ഥാനം UPSCക്ക് 6 അംഗ പട്ടിക കൈമാറിയതിന് പിന്നാലെ തന്നെ വിവാദങ്ങൾ തുടങ്ങിയിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ പരാതികളും കോടതിയിൽ ഹർജിയും ഒക്കെ ഉണ്ടായി. കേന്ദ്ര സർവീസിൽ ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുടെ പട്ടികയിൽ നിന്ന് സ്വമേധയാ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതും പ്രശ്നമായി. സർക്കാരിന് അനഭിമതനായതിനാൽ യോഗേഷ് ഗുപ്തയുടെ സാധ്യത അടഞ്ഞ നിലയിലാണ്. റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്ത് കേസിൽ ഉൾപ്പെട്ട ASP ആയ റവാഡയോട് സർക്കാരിന് താല്പര്യമുണ്ടാകുമോ എന്നതിൽ സംശയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാളിന്റെ സാധ്യത തെളിയുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം ജൂലൈയിൽ വിരമിക്കാനിരിക്കുന്ന അദ്ദേഹത്തിന് പോലീസ് മേധാവിയായാൽ 1 വർഷത്തെ സർവീസ് നീണ്ടുകിട്ടും. ഡൽഹി സ്വദേശിയായ നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB വിഭാഗങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോകാൻ ഒരുങ്ങിയതെന്നാണ് സൂചന. നിലവിൽ താൽക്കാലിക ഡയറക്ടറുള്ള EDയിലേക്ക് യോഗേഷ് എത്തുന്നതും CBIയുടെ നേതൃസ്ഥാനത്ത് എത്തുന്നതും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും എന്നതിനാലാണ് സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതേസമയം നിലവിൽ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനെ 2ാമതൊരു തസ്തികയിലേക്ക് പരിഗണിക്കാൻ ക്ലിയറൻസ് നൽകേണ്ടതില്ലെന്ന വാദവുമുണ്ട്. ഏപ്രിൽ അവസാനമാണ് കേന്ദ്രം ക്ലിയറൻസ് ആവശ്യപ്പെട്ടത്. വിജിലൻസ് കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് മേധാവിയിൽ നിന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വാങ്ങിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ല. തുടർന്ന് ജൂൺ 1 യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകി. സംസ്ഥാനത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ നിയമനത്തിനുള്ള പാനലിലേക്ക് യോഗേഷ് ഗുപ്തയെ പരിഗണിക്കും. CBIയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ജോലി ചെയ്തിട്ടുള്ള യോഗേഷ് ഗുപ്ത ഈ ഏജൻസികളുടെ തലപ്പത്തെത്താൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ്. കേരളം കേന്ദ്രത്തിന് കൈമാറിയ പോലീസ് മേധാവി പട്ടികയിൽ യോഗേഷ് ഗുപ്ത 3ാമനായുണ്ട്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെയാണ് പോലീസ് മേധാവിയാക്കി നിയമിക്കുക. അത്രയും സർവീസ് ഉള്ളവർ പട്ടികയിൽ ഇല്ലെങ്കിൽ 25 വർഷം പൂർത്തിയാക്കിയവരെയും പരിഗണിക്കും. സംസ്ഥാന പട്ടികയിലുള്ള സുരേഷ് രാജ പുരോഹിത്, MR അജിത് കുമാർ എന്നിവർക്ക് 30 വർഷത്തെ സർവീസ് ഇല്ല.